Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിന്റെ ഏറ്റവും പുതിയ ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. ഇത് Xiaomi 360 ഹോം സെക്യൂരിറ്റി ക്യാമറ 2i എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു 360 ഡിഗ്രി ക്യാമറ, അതായത് നമുക്ക് ഫുൾ 360 സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് ഈ ക്യാമറയിൽ. അപ്പോൾ ഷവോമിൻ്റെ ഹോം സെക്യൂരിറ്റി ക്യാമറ ഓൾറെഡി വളരെ പോപ്പുലറാണ്. ഇൻഫാക്റ്റ് ഈ മാർക്കറ്റിൽ ഷവോമിയാണ് ഇപ്പോൾ ലീഡർ എന്നാണ് ആസ് പെർ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ ഷവോമിയുടെ മുമ്പത്തെ ക്യാമറ നമ്മുടെ ചാനലിൽ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ്. അപ്പോൾ ഇതിൽ ഇംപ്രൂവ്ഡ് ക്യാമറയാണ് വരുന്നത്. ആക്ച്വലി 360 ഹോം സെക്യൂരിറ്റി ക്യാമറ, മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് ഉണ്ട്, പിന്നെ ഇംപ്രൂവ്ഡ് നൈറ്റ് വിഷൻ ഉണ്ട്, ഇൻഫ്രാറെഡ് സെൻസേഴ്സ് വെച്ച് ഇംപ്രൂവ്ഡ് നൈറ്റ് വിഷൻ ഉണ്ട്. അതേപോലെ ടോക്ക് ബാക്ക് ഫീച്ചർ ഉണ്ട്, അതായത് നമുക്ക് ഈ സെക്യൂരിറ്റി ക്യാമറയായിട്ട് വർത്താനം പറയാം. അപ്പോൾ അതായത് നമ്മൾ റിമോട്ട് ലൊക്കേഷനിലാണെങ്കിൽ അവിടെയുള്ള ആളായിട്ട് നമുക്ക് ഇത് ചാറ്റ് ചെയ്യാം, അതായത് വോയിസ് ചാറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഹൈ ഡെഫിനിഷൻ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹോം സെക്യൂരിറ്റി ക്യാമറേൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ അൺബോക്സിങ് കാര്യമായില്ല, കാരണം സെക്യൂരിറ്റി ക്യാമറ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സെറ്റപ്പും ഫീച്ചേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെക്യൂരിറ്റി ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിനകത്ത് ഇത് കാണാം ഹൈ ഡെഫിനിഷൻ വീഡിയോ, അതേപോലെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ, ടോക്ക് ബാക്ക് ഫംഗ്ഷനാലിറ്റിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം ക്യാമറയിലൂടെ. വർക്ക്സ് വിത്ത് അലക്സ, അതായത് അലക്സ സപ്പോർട്ടും ഇതിനകത്തുണ്ട്. ഓക്കെ ഗൂഗിളും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ഡിഗ്രി. പേര് 1080p 2i എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് മൗണ്ടിങ് വാൾ മൗണ്ടും ഉണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്, CCTV ക്യാമറ 1 യൂണിറ്റ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ PC പ്ലസ് ABS ക്വാളിറ്റി മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് തുറക്കാം, എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് സെറ്റപ്പ് ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാമറയാണ്, ഉണ്ടല്ലേ, ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തുറക്കാം, പുറത്തേക്ക് എടുക്കാം. വളരെ കോമ്പാക്റ്റായ ഒരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്യാമറ. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചാർജിങ് കേബിളാണ്, അതേപോലെ ഇതില്ലേ വാൾ മൗണ്ടാണിത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്, പിന്നെ ഒരു മാനുവൽ ഉണ്ട്, എങ്ങനെ പെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട്. അതേപോലെ മീ ഹോം ആപ്പാണ് ഇതിന് വേണ്ടത്. അതല്ലേ, മീ ഹോം ആപ്പിൻ്റെ ലിങ്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറ, ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നമ്മൾ വാളിലേക്ക് സ്ക്രൂ ചെയ്യുക. 2 സ്ക്രൂ ഉള്ളത് നമ്മൾ വാളിലേക്ക് സ്ക്രൂ ചെയ്താൽ ഈ സ്ക്രൂവിൻ്റെ മുകളിൽ നമുക്ക് ഈ ക്യാമറ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ മെക്കാനിസം കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഇതുണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ മൈക്രോ USB ആണ് വരുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, ആ മൈക്രോ USB ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ചോദിക്കേണ്ടായി എന്തുകൊണ്ട് USB Type-C ഇല്ല എന്നുള്ളത് ചോദിക്കേണ്ടായി. അപ്പോൾ കമ്പനി പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ലോങ്ങർ കേബിൾ വേണമെന്നുണ്ടെങ്കിൽ USB Type-Cൻ്റെ വലിയ ലോങ്ങർ കേബിൾ ഇപ്പോൾ അവൈലബിൾ അല്ല ഇന്ത്യയിൽ. അത്രയും ലോങ് കേബിൾ, ഫോർ എക്സാമ്പിൾ 10 മീറ്ററോ 12 മീറ്ററോ ഒക്കെ വേണമെങ്കിൽ അതിപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ മൈക്രോ USB-യിൽ അത്രയും ലോങ് കേബിൾസ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് കമ്പനി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതാണ് ക്യാമറ. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, അതേപോലെ ചാർജിങ് പോർട്ടാണ്. ഇവിടെ നമുക്ക് ആ വാൾ മൗണ്ട് അറ്റാച്ച് ചെയ്യാനാണ്. പിന്നെ ഇത് 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങും. ഷവോമി എഴുതിയത് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് പവർ ചെയ്യാം. Please scan the QR code located on the label on the camera to enter the configuration page. Awaiting connection. അപ്പോൾ ഇതിനകത്തൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. മീ ഹോം ആപ്പ് വെച്ച് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മീ ഹോം ആപ്പ് എടുക്കാം. ഇപ്പോൾ ഞാൻ മീ ഹോം ആപ്പ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ പുതിയ ആഡ് ഡിവൈസ്, അതായത് സ്കാൻ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടില്ല, ഇവിടെ സ്കാൻ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. Awaiting connection. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, ആഡ് എന്താ പറയുക, ഇത് റീസെറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിൽ ഒരു പിന്ന് കൊടുത്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് റീസെറ്റ് ആവും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.
നമ്മൾ വൈഫൈ കൊടുത്തു, നമ്മൾ വൈഫൈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് Awaiting connection. അപ്പോൾ ഡിവൈസ് കണക്ട് ചെയ്തു. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത് Connected to ഓട്ടോമാറ്റിക് Wi-Fi network successfully. ഉണ്ട്. ഇപ്പോൾ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യും. നമ്മുടെ ഫോണിൽ ഏതാ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി അതോട് ഡിറ്റക്ട് ചെയ്ത് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറയിൽ ഇത് ക്യാമറ വർക്ക് ചെയ്യാൻ തുടങ്ങി. സർവേലൻസ്, പ്ലേ ബാക്ക്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ് അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ഫങ്ഷനാലിറ്റി. നമുക്കിതിനെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പാൻ ചെയ്യാം. കണ്ടില്ലേ ഇവിടെ നമുക്കൊരു ജോയ്സ്റ്റിക്കും ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഓപ്ഷൻ വെച്ച് കണ്ടില്ലേ ഇങ്ങനെ പാൻ ചെയ്യാം. നമുക്ക് മുകളിലും താഴെയും ഇങ്ങനെ പാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് 360 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഈ ക്യാമറ ഇവിടെ മുകളിലേക്കും പാൻ ചെയ്യുന്നുണ്ടല്ലേ, ഇങ്ങോട്ട് പാൻ ചെയ്യാം. ഇത് അറൗണ്ട് 118 ഡിഗ്രീസ് വരെ 108 ഡിഗ്രീസ് മുകളിലേക്ക് തിരിയും. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കംപ്ലീറ്റ് 360 ഡിഗ്രി കണ്ടില്ലേ, കംപ്ലീറ്റ് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, 360 ഡിഗ്രി ക്യാം എന്ന് പറയാവുന്നത്. പിന്നെ നമുക്കിവിടെ വേറെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, ഫോട്ടോസ് എടുക്കാവുന്നതാണ്, റെക്കോർഡിങ് ചെയ്യും. ഇപ്പോൾ ഞാൻ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുണ്ട് റെക്കോർഡിംഗ് ആണ്. ഈ ക്യാമറ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റിംഗ് ഫുൾ ടൈം ഗ്ലോ ചെയ്യുന്ന കാണാം. അതേപോലെ നമുക്ക് ഇവിടെ ഇത് 2-way കോൾസ് ആണ്. അപ്പോൾ അത് എക്കോ ചെയ്യുന്നുണ്ട്. രണ്ട് ഡിവൈസ് സെയിം സ്ഥലത്തായതുകൊണ്ടാണ് അത് എക്കോ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കോളും ചെയ്യാവുന്നതാണ്, ഫോട്ടോ എടുക്കാം, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഇവിടെ പ്ലേ ചെയ്യാം. ഉണ്ട്, ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്ത റെക്കോർഡിംഗ്. ഇവിടെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിനകത്ത് വേറെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വരുന്നത് നമുക്ക് സർവേലൻസ് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്യാം, കണ്ടോ സർവേലൻസ് ഓപ്ഷൻ. അപ്പോൾ പിന്നെ ഹോം സർവേലൻസ് ഉണ്ട്. അപ്പോൾ ഹോം സർവേലൻസ് പറഞ്ഞാൽ വൺസ് ദ ഹോം സർവേലൻസ് ഇസ് ആക്ടിവേറ്റഡ് വെനെവർ സമ്മർ എൻറ്റേഴ്സ് ദ ഏരിയ ഓർ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ്, ഇത് നോട്ടിഫൈ ചെയ്യും നമ്മൾ. അതായത് നമുക്ക് വല്ല അൺഓതറൈസ്ഡ് മൂവ്മെൻ്റ് ഒക്കെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ വീട് പൂട്ടി പോയി കഴിഞ്ഞിട്ട് സർവേലൻസ് ആക്ടിവേറ്റ് ചെയ്താൽ വീടിനകത്ത് ആരെയും കയറി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വീഡിയോ റെക്കോർഡഡ് ആൻഡ് എൻക്രിപ്റ്റഡ് ആൻഡ് അപ്ലോഡഡ് ടു ക്ലൗഡ് ഫോർ 7 days. അതായത് നമ്മുടെ ക്ലൗഡിലേക്ക് സേവ് ആവും ഈ വീഡിയോ. അപ്പോൾ നമുക്കത് പിന്നീട് ആക്സസ് ചെയ്യാവുന്നതാണ്. 7 days വരെ അലവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഹോം സർവേലൻസ്. അപ്പോൾ ഹോം സർവേലൻസിൽ ഹോം മോണിറ്ററിംഗ് ഉണ്ടല്ലോ, ഇത് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് മോണിറ്ററിംഗ് ടൈപ്പ് 24 hours, സെൻസിറ്റിവിറ്റി എത്ര വേണം, അതായത് ചെറിയ മൂവ്മെൻറ്റ് വരെ ഡിറ്റക്ട് ചെയ്യണോ അതോ മീഡിയം മൂവ്മെൻറ്റ് മതിയോ എന്നുള്ളതാണ്. നമുക്ക് ലോ, അതായത് അലാം അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, പക്ഷേ ഹൈ മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവൻ ചെറിയ മൂവ്മെൻറ്റ് വരെ അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ അലാം ഇൻ്റർവെൽ, ഡിറ്റക്ഷൻ പുഷ് നോട്ടിഫിക്കേഷൻ വേണം, അതായത് നിങ്ങളുടെ ഫോണിൽ പുഷ് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ അത് എല്ലാം തന്നെ നമുക്ക് ഒരു ഹോം മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതുണ്ടല്ലേ പേഴ്സൺ ഡിറ്റക്റ്റഡ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞപ്പോഴുള്ള മൂവ്മെൻറ്റ് തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് ഹോം സർവേലൻസ് വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ പ്ലേ ബാക്ക്, സ്റ്റോറേജ് കപ്പാസിറ്റി ഇതുണ്ടല്ലേ, നിങ്ങൾക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജ് മാനേജ്മെൻ്റ് ഉള്ളത്. ആക്ച്വലി നമുക്കിവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു SD കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. ഇതുണ്ടല്ലേ ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇത് ക്യാമറേൻ്റെ ഇത് റേസ് ചെയ്താൽ താഴെ നിങ്ങൾക്ക് SD കാർഡ് കാണാം. 64 GB SD കാർഡ് സപ്പോർട്ടഡ് ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് അറ്റാച്ച് സ്റ്റോറേജ്, അതായത് നാസിലേക്ക് കണക്ട് ചെയ്യാം. നാസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ക്യാമറാസൊക്കെ നിങ്ങൾക്ക് ഒരേ സിംഗിൾ ഇതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്പ് ഉണ്ട്, അതുവഴി കൺട്രോളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ മെമ്മറി കാർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് ബേസിക് ഐഡിയ. നമുക്ക് ഇവിടുന്ന് തന്നെ പവർ ഓഫും പവർ ഓൺ ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിൾ സപ്പോർട്ടും ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട്, അല്ലെങ്കിൽ അലക്സ, ആമസോണിൻ്റെ അലക്സ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കി ഇതിനകത്ത് വരുന്നത് നമുക്ക് ബേസിക് സെറ്റിങ്സും കൺട്രോളും ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ ഹോം സെറ്റിങ്സ്, മെമ്മറി ലൊക്കേഷൻ, ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഷവോമിൻ്റെ 360 ക്യാമറ എന്ന് പറഞ്ഞ ഡിവൈസ്. ഇതാണ് ഷവോമി. വളരെ കോമ്പാക്റ്റ് ആയ ഫോം ഫാക്ടറാണ്, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഫീലുണ്ട്. ഇത് ആക്ച്വലി കൂടുതലും ഇൻഡോർ യൂസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് വീടിൻ്റെ പുറത്ത് ഇതിൽ മഴയും വെയിലും കൊള്ളാത്ത ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. വെയിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണമെങ്കിൽ പുറത്തും വെക്കാവുന്നതാണ്. പാരപ്പറ്റിലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പക്ഷേ കൂടുതലും ഹോം യൂസേജ് അല്ലെങ്കിൽ ഹോം ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഒക്കെ വെക്കാവുന്ന ഒരു ക്യാമറയാണ്. നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. ഇതിൻ്റെ വില 2000
$6999 രൂപയാണ്. ഇത് മീൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്. നല്ല ഒരു സെക്യൂരിറ്റി ക്യാമറയാണ്, നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡിങ്ങും നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. നൈറ്റ് വിഷൻ ഉണ്ട്, ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ട്, പിന്നെ 360 ഡിഗ്രി മൂവ്മെൻറ്റും നമുക്ക് അതിന് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോമി ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ഡിഗ്രി 1080p 2i എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.